അങ്ങനെ അടുത്തതായി ഞാൻ മൂന്നാറിലെ രാജമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം നാഷണൽ പാർക്കിലാണ് എത്തിച്ചേർന്നത്. ഈ കൗണ്ടറിൽ നിന്നും 250 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഈ ബസ്സിൽ ടോപ്പ് സ്റ്റേഷനിലെത്തണം. അങ്ങനെ മനോഹരമായ ഒരു ഓഫ് ഡ്രൈവിന് ശേഷം ഞാൻ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷനിലെത്തിയ ഞാൻ ആദ്യം പോയത് നേരെ അവിടുത്തെ മ്യൂസിയത്തിലേക്കായിരുന്നു. മ്യൂസിയത്തിനുള്ളിൽ അവർ ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റിയും പിന്നെ അവിടുത്തെ വരയാടുകളെ പറ്റിയുമുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെന്ററി പോലെ തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ബസ് ഇറങ്ങുന്നിടത്ത് നിന്നും വീണ്ടും 2 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് വേണം ടോപ്പ് സ്റ്റേഷനിലെത്താൻ. അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും ഈ കാണുന്ന ഈ കുട്ടി വരയാടുകളെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. നീലഗിരി താർ എന്നറിയപ്പെടുന്ന ഈ വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇരവികുളം നാഷണൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മനുഷ്യരുമായെല്ലാം നല്ല ഇണക്കത്തിലുള്ള ഇവരെ തൊടുകയോ മറ്റും ചെയ്യുന്നത് കുറ്റകരമാണ്. തെക്കേ ഇന്ത്യയുടെ കാശ്മീർ എന്ന് മൂന്നാറിനെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഈ ടോപ്പ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ടോപ്പ് സ്റ്റേഷനിലെത്തിയാൽ ഈ കാണുന്ന വഴിയിലൂടെ പ്രവേശിച്ച് അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വാക്കിംഗ് ബ്രിഡ്ജിലെത്താം. അധികമാരും പോകാത്ത ഈ വാക്കിംഗ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി കോടമഞ്ഞിൽ പുതച്ചു മൂടി കിടക്കുന്ന മനോഹരമായ ദൃശ്യം കാണുവാൻ സാധിക്കും. മൺസൂൺ കാലത്ത് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഇരവികുളം വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. കോടമഞ്ഞും ചാറ്റൽ മഴയും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു കിടക്കൻ വൈബ്. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മൺസൂൺ കാലത്തെ ഈ വശ്യഭംഗി ആസ്വദിക്കാൻ നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് ഈ സന്ദർശകരിൽ അവസാനത്തെ ആളായിട്ടാണ് ഞാൻ മലയിറങ്ങിയത്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ തന്നെ ബസ്സിൽ മലയിറങ്ങി വരുമ്പോൾ പാൽ പോലെ പതഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടം എനിക്ക് മറ്റൊരു വിസ്മയമായി തീർന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുവാനായി മൺസൂൺ കാലം തന്നെ തിരഞ്ഞെടുക്കുക. മൺസൂൺ കാലത്തെ യാത്രകൾ എപ്പോഴും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് സുരക്ഷിതമായി തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.